ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു 4 മണി പലഹാരമായിട്ട് നമുക്കിന്നൊരു പൊട്ടറ്റോ റിങ് ഉണ്ടാക്കാം. അതും ഒരല്പം സ്പൈസി ആയിട്ടുള്ളത്. ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണിത്. ഇതിനൊരു ഗാർലിക്കിൻ്റെ ഫ്ലേവറും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ട ഒന്നാണ് നമ്മുടെ റവ. അപ്പോൾ ഈ റവ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ച് ഒന്ന് പൗഡറാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് വേണം. അതിനെ ഞാനൊന്ന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചതേ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളി, അതൊരു 10-12 എണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതൽ ചേർക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയെ ഒന്ന് ആ പച്ചമണം മാറുന്നവരേക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരല്പം സ്പൈസി ആണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? ചില്ലി വേണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇടിച്ച മുളക് എന്നൊക്കെ പറയുന്ന ഈ ചില്ലി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചില്ലി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ചും കൂടി സ്പൈസി വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി കൂടെ, അത് നമ്മുടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവിന് ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, അപ്പോൾ ഇതിൽ നമ്മുടെ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. പൊട്ടറ്റോ ഞാൻ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് എപ്പോഴും നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള റവ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിച്ച് തന്നെ എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ റവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, പിന്നെ സ്പൈസിനായിട്ട് ചില്ലിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. ഇനി ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളാക്കി അതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കുമ്പോൾ ഒരല്പം ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ ഇത് ചൂടാറി ഉരുളകളാക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഇതുപോലെ ചേർത്തൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പരത്തിയെടുത്താലും മതി. ഇതേ കണ്ടല്ലോ, ഞാൻ ചെപ്പിൻ്റെ മൂടി വെച്ചിട്ടാണ് ഇത് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ റിങ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേ കണ്ടല്ലോ, ഈ ഒരു കനത്തിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഓരോരോ റിങ്സ് ആക്കി ഇട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നാലാണ് നമ്മുടെ ആ ഉൾഭാഗം നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇതുപോലെ നമുക്ക് ഓരോരോ റിങ്സ് ആയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒരു ലൈക്ക് അടിച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെയുള്ള റെസിപ്പിയുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.